പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഷിഞ്ചിത സംഭവത്തിന് ശേഷം ഇപ്പോൾ അടുത്ത ദിവസം ഞാനൊരു യാത്ര പോയിരുന്നു. അപ്പോൾ ഞാൻ പോയത് നമ്മുടെ കാക്കനാട്ടിലേക്കാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കയറിയിട്ട് നമ്മുടെ അപ്പോളോടെ അവിടെ ഇറങ്ങി അവിടുന്ന് കാക്കനാട് ബസ്സിൽ കയറിയിട്ട് പോകുമ്പോൾ ഉണ്ടായൊരു അനുഭവം കേട്ടോ. ആ ബസ്സിൽ അവിടുന്ന് അങ്ങോട്ട് നല്ല തിരക്കായിരുന്നു. KSRTC ബസ്സിലായിരുന്നു പോയിരുന്നത്. കാക്കനാട് എത്തുന്നതിന് മുൻപായിട്ട് തന്നെ നല്ല തിരക്കാട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ഞാൻ കയറുന്ന സ്ഥലത്തുനിന്ന് അധികം തിരക്കുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങോട്ട് ഫ്രണ്ടിലെത്തി. പിന്നെ ബാക്കിൽ ഭയങ്കരമായ തിരക്കാണ്. അപ്പോൾ കണ്ടക്ടർ അവിടുന്ന് വിളിച്ചു പറയാണ്, കുറച്ച് മുന്നോട്ട് കയറിക്കോ നോക്കുമ്പോൾ ബാക്കിൽ നിൽക്കാൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്കാണ്. അപ്പോൾ എൻ്റെ തൊട്ട് പിറകിൽ നിന്നിരുന്ന ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ ഞാൻ ആളുടെ മുഖത്ത് നോക്കുമ്പോൾ ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ആളുകൾക്ക് കയറി നിൽക്കാൻ പേടിയാണ്. അപ്പോൾ നമ്മുടെ ഷിഞ്ചിത മുസ്തഫ സംഭവം ഒരാളുടെ മരണത്തിനിടയാക്കിയ സംഭവം അങ്ങേയറ്റം ആളുകളിൽ നല്ലോണം മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതാണ് അവിടെ സംഭവിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം കണ്ടക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു. അപ്പോൾ മറ്റുള്ളവരും അതേപോലെ തന്നെ എല്ലാ ആളുകളും ഒരേ ഇതിലാണ് ബസ്സിലൊക്കെ യാത്ര ചെയ്യണത്. പിന്നെ ചില കുട്ടപ്പന്മാരുണ്ട്, അവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊടുന്നത് അങ്ങേയറ്റം തല്ല് കിട്ടാത്ത കുറവാണ്. നല്ല പെട കിട്ടാത്തതിൻ്റെ കുറവ് മാത്രം തന്നെയാണെന്ന് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. കാരണം സ്ത്രീ പുരുഷൻ്റെ മാതിരിയല്ല. അവരുടെ മാനസികമായ ഇഷ്ടമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊടുന്നത് അവർ ഒരുപക്ഷെ അവരെ കൊല്ലുന്നതിന് തുല്യമാണ് അവർ കരുതുന്നത്. അപ്പോൾ ആരും അത്തരം കാര്യങ്ങൾക്ക് മുതിരാതെ